ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്ലിസ് വിത്ത് അസ്. ഇന്ന് ഞാനൊരു നൈറ്റ് ഔട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് നമ്മുടെ യാത്ര. ഒരു സ്ഥലം കാണാമെന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഇത് വണ്ടിയിൽ ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഏത് സ്ഥലം എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, അപ്പോൾ മനസ്സിലാവും. രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏരിയയിലൊക്കെ പൊതുവേ വണ്ടികളൊക്കെ കുറവാണ്. സമയം ഇപ്പോൾ ഏകദേശം 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യാത്ര എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ ദൂരെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഫറൂഖ് പാലം എത്താറായി തുടങ്ങി. ഫറൂഖ് പാലത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഫറൂഖ് പാലം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എന്ന ബഹുമതിയോടുകൂടെ ഇതങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് പാലം ഒന്ന് കാണാം. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് നാട്ടുകാർ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ മോശമില്ല. അതുകൊണ്ടാണ് 10:30 ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ വഴിയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഫ്രീ ആവുമ്പോൾ രാത്രി എന്തായാലും ഈ വഴിക്കൊന്ന് ഇറങ്ങും. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പാലം കഴിഞ്ഞതും റൈറ്റ് സൈഡിലായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പോൾ മോൻ അവിടേക്ക് കയറണമെന്നുണ്ടായിരുന്നു, ഞങ്ങൾ കയറിയില്ല. ചെറിയ ആളുണ്ട്, കൂടാതെ ടൈമും വല്ലാതെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പാർക്കിലൊന്നും കയറില്ല. പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാലം ഒന്നുകൂടെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയി. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരവസരം ഞങ്ങൾ മിസ് ചെയ്യാറില്ല. അതിപ്പോൾ രാത്രിയായാലും പകലായാലും. എന്തായാലും നമ്മുടെ ഫാമിലിയോടൊപ്പമുള്ള യാത്ര എന്ന് പറയുന്നത് ഇന്നും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുമല്ലോ. അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നും. ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു റോക്സി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കൂൾ ബാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നതെങ്കിലും എന്തേലും കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങളിവിടെ കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലാണ് മൽബ. വെറൈറ്റി മൽബാസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ടെൻഡർ മൽബ ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സാധനം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.